പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാ കാലത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഈ കാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ, ഞായറാഴ്ച ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തരട്ടെ. പരിശുദ്ധ കുർബാനയിൽ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം. സുവിശേഷത്തിന്റെ മുഴുവൻ ചുരുക്കം 2 വാക്കുകളിൽ പറയാം എന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത്: കം ആൻഡ് ഗോ. ഈശോ ശിഷ്യന്മാരെ ചിലപ്പോൾ അടുത്തേക്ക് വിളിച്ചു, ചിലപ്പോൾ അവരെ നിയോഗങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കുന്നു. സുവിശേഷത്തിന്റെ മുഴുവൻ ചുരുക്കം ഇതാണ്: ആദ്യം ഈശോയിലേക്ക് വരിക, ഈശോയെ കാണുക, കേൾക്കുക, അറിയുക, അനുഭവിക്കുക, മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയ ഈശോയുടെ അടുത്ത് നിന്ന് പോയി മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് സുവിശേഷവും, അതാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യവും. ഈശോ ശിഷ്യന്മാരോട്, അപ്പസ്തോലന്മാരോട് ഇന്ന് പറയുന്ന, അവരോട് ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ്. തിരുവചനം പറയുന്നു, അവരെ തന്റെ അടുത്തേക്ക് വിളിച്ച് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്ത് അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. 1-2 പ്രാർത്ഥനാ ചിന്തകൾ പെട്ടെന്ന് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തിരുവചനം പറയുന്നു, ഈശോ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. സത്യത്തിൽ ഈശോ അതിലൂടെ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് നൽകുകയായിരുന്നു, ശിഷ്യന്മാരിലേക്ക് കൊടുക്കുകയായിരുന്നു. അധികാരവും ശക്തിയും കൊടുത്തു എന്ന് തിരുവചനം പറയുന്നു. അധികാരം പിതാവായ ദൈവത്തിൽ നിന്നാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. അധികാരികളെ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. അധികാരം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പിതാവിന്റെ സാന്നിധ്യം ശിഷ്യരിലേക്ക് കൊടുത്തു. രണ്ടാമത് പറയുന്നത് ശക്തി കൊടുത്തു. ശക്തി പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. തിരുവചനം പറയുന്നല്ലോ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുക. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രത്യേകമായി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഈശോ തന്റെ കൽപ്പനകൾ, തന്റെ വചനങ്ങൾ കൂടി അവർക്ക് കൊടുത്തപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, ത്രിത്വത്തെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയായിരുന്നു. ശിഷ്യർക്ക് ത്രിത്വത്തിന്റെ സാന്നിധ്യം, അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ സമ്പൂർണമായ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടാവും എന്ന് ഈശോ ആ വാക്കുകളിലൂടെ പറയുകയായിരുന്നു. മറ്റൊന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നതോടൊപ്പം പിശാചുക്കളെയും രോഗത്തെയും കീഴടക്കുകയും മാറ്റുകയും ചെയ്യേണ്ടതിനെ കുറിച്ചുകൂടി ഈശോ ഇവിടെ പറയുന്നു. ദൈവം കൂടെ ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളായിരുന്നു ഇത് രണ്ടും. പിശാചുക്കളെ മാറ്റാൻ സാധിക്കുന്നു, രോഗത്തെ അകറ്റാൻ സാധിക്കുന്നു. കാരണം ഇത് രണ്ടും ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ദൈവശക്തിയാലാണ് പിശാച് പുറത്തു പോകുന്നത്, ദൈവശക്തിയാലാണ് ഒരാൾ സുഖപ്പെടുന്നത്. ഇത് രണ്ടും ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കെ അത് ശിഷ്യന്മാർക്ക് അതിനുള്ള കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം സമ്പൂർണമായി ഇപ്രകാരം അയക്കപ്പെടുന്ന ശിഷ്യരുടെ കൂടെ ഉണ്ട് എന്ന് ഈശോ അവർക്ക് ഉറപ്പ് കൊടുക്കുകയായിരുന്നു. അവർക്ക് ആത്മവിശ്വാസത്തിന്റെ വലിയ ഉറപ്പുകളാക്കി ഈശോയുടെ ഈ വാക്കുകളെ ഈശോ മാറ്റുകയായിരുന്നു. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുകയും അവർ രോഗശാന്തി നൽകുകയും ചെയ്തിരുന്നു. അതാണ് നമ്മൾ 3-ാമതായി ശ്രദ്ധിക്കുന്ന കാര്യം. സുവിശേഷത്തെ ആത്മാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് രോഗശാന്തികളും തിന്മയുടെ വിട്ടുപോക്കലുകളുമൊക്കെ സ്വാഭാവികമായി നടക്കും. ആദ്യമേ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് 1-ാമതായി നടക്കേണ്ട കാര്യം. അത് നടക്കുന്നിടത്ത് തിന്മ മാറിപ്പോകും, രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും. നമ്മുടെ നല്ല ജീവിതം കൊണ്ട് എപ്പോഴും എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കാനും തൽഫലമായി ആ ഇടങ്ങളിൽ നിന്നെല്ലാം തിന്മ മാറി നിൽക്കാനും ഇടയാകട്ടെ. ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്കറിയാം: പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, യൂസ് വേർഡ്സ് ഓൺലി വെൻ നെസസറി. എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ സാന്നിധ്യവും വാക്കുകളും പ്രവർത്തനങ്ങളും എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നതാകട്ടെ. ഈശോയുടെ സ്വരവും ഈശോയുടെ മുഖവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സുവിശേഷ പ്രഘോഷണങ്ങളായി മാറാൻ ഈശോ നമ്മളെ ഇന്ന് പ്രത്യേകമായി അയക്കുന്നു. അതിന് ത്രിത്വൈക ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും സാന്നിധ്യവും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ശിഷ്യന്മാരെ എന്ന പോലെ ഞങ്ങളെയും അങ്ങ് സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങയുടെ ശിഷ്യരെന്ന നിലയിൽ അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിത ദൗത്യവുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി അതിനെ കണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ വാക്കും പ്രവർത്തനവും സാന്നിധ്യവും കൊണ്ട് എപ്പോഴും അങ്ങയെ പ്രഘോഷിക്കാൻ, ഈശോയെ അറിയിക്കാൻ, സുവിശേഷം പ്രഘോഷിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അങ്ങനെ തിന്മയും രോഗങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.